മറ്റേ കിഴങ്ങല്ലേ വലുത് വണ്ണം വയ്ക്കുന്നത് നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നില്ല അതല്ലേ? അപ്പോഴേക്കും ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ? അപ്പോൾ അതാ നമ്മൾ രാവിലെ എണീറ്റ് വന്ന പാടെ തൊടിയിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, തൊടിയിൽ വന്നപ്പോൾ ഏട്ടൻ വേഗം തന്നെ കപ്പയൊക്കെ ഒന്ന് വെട്ടുകയാണ്. അപ്പോൾ അധികം മൂപ്പും കാര്യങ്ങളൊന്നും ആയിട്ടില്ല കപ്പ, എന്നാലും അത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം ഇന്നലെ കൂട്ടത്തോടെ പന്നികൾ വന്നിട്ടുണ്ടായിരുന്നു രാത്രി. എന്തോ ഭാഗ്യത്തിന് ഒരു മൂട് കപ്പയേ ഉള്ളൂ, അതൊന്നും കണ്ടില്ല തോന്നുന്നു. അതിൻ്റെ അടുത്തുകൂടെ പോയി, പക്ഷേ ആൾ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അത് പുഴക്കി എടുക്കാമെന്ന് വിചാരിച്ചു, കപ്പയൊക്കെ പറിക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ ഇത് കിട്ടില്ല എന്നും പറഞ്ഞ് ആൾ കപ്പ പറിക്കാനായിട്ട് നിന്നാണ് കേട്ടോ എണീറ്റപ്പോൾ തന്നെ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇപ്പോൾ ധനുമാസം തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലായിടത്തും മഞ്ഞും എന്താണ് എല്ലാവർക്കും പനിയും ജലദോഷമൊക്കെയാണ്. കാരണം ഈ ഒരു മഞ്ഞ് ആയതോടെ കുട്ടികൾക്കൊക്കെ ചുമയും നിർത്താതെ വയ്യായിക വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലത്തെ ഈ ഒരു തണുപ്പ് കാരണം. അപ്പോൾ മഞ്ഞും നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പം ഞാനിതാ വേഗം അടുക്കളയിൽ വന്നപാടെ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പിന്നെ അടുപ്പൊക്കെ കത്തിച്ച് തന്നു, ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തിട്ടു. വേഗം തന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. ഞാനിതാ രാവിലെ ഒന്ന് കഴിക്കാനായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി. അപ്പോൾ എന്തായാലും ഇതാ ചപ്പാത്തിയൊക്കെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്, കുറച്ചെണ്ണം അങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അടുപ്പത്ത് ചീനച്ചട്ടിയിൽ ബീട്രൂട്ട് ഉപ്പേരിക്കുള്ള ഉള്ളിയൊക്കെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ബീട്രൂട്ട് ഉപ്പേരിയും ചോറുമാണ് ചിട്ടിക്ക് കൊടുക്കാൻ വിചാരിക്കുന്നത്. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തി കേട്ടോ. ചപ്പാത്തിൻ്റെ കൂടെ കറിയൊന്നുമില്ല, ഇന്നലെ വൈകുന്നേരവും ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ഗ്രേവി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്തായാലും രാവിലത്തെ പരിപാടികളൊക്കെ അതാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോറൊക്കെ വെന്ത് ഇപ്പോൾ റേഷൻ അരി ഇടുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചപ്പാത്തി ഇതാ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3-4 ചപ്പാത്തി വേഗം തന്നെ ഉണ്ടാക്കി ഏട്ടനെ കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ആൾ പോയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ചാരുമോൾക്ക് ലീവാണ് കേട്ടോ. അവൻ്റെ സ്കൂളിൽ എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ സ്കൂൾ ലീവ് കൊടുക്കുന്നുണ്ട്. എന്താണെന്നറിയില്ല, ക്ലാസ്സുകൾ അത്ര ഇല്ല കേട്ടോ. ഭയങ്കര നിറയെ കുട്ടികളായതുകൊണ്ട് തന്നെ, ടൗണിലായതുകൊണ്ട് തന്നെ നിറയെ കുട്ടികളാണ്. അപ്പോൾ എന്തെങ്കിലും എക്സാമൊക്കെ വരുമ്പോൾ അവിടെയാണല്ലോ വെക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ക്ലാസ് ഉണ്ടാവില്ല, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെ ക്ലാസ് ഉണ്ടാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ചിട്ടിക്കുട്ടിക്കുള്ള ചോറിൻ്റെ പരിപാടിയാണ് കേട്ടോ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ ഉപ്പേരിയൊക്കെ റെഡിയായി തേങ്ങയൊക്കെ ചേർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉപ്പേരിയും ചോറും മാത്രം കൊണ്ടുപോകണ്ടേന്ന് വിചാരിച്ചിട്ട് പിന്നെ ഓംലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഓംലേറ്റ് ഉണ്ടാക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൻ്റെ ഉള്ളിൽ ഒരു 2 മുട്ട ഇന്നലെ രാവിലെ വെച്ചതാണ് കേട്ടോ. അതാണെങ്കിൽ മുട്ട നന്നായിട്ട് ഐസായി പൊട്ടി. ഏട്ടൻ വന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ മുട്ടയാകെ കല്ല് പോലെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഏട്ടൻ ഒരേ ചീത്തയായിരുന്നു കേട്ടോ. മക്കളിനെ ഒരേ ചീത്തയായി, മക്കളിനെയും എന്നെയും. മുട്ട കണ്ടാൽ നിങ്ങൾക്കൊക്കെ ഭ്രാന്താണെന്ന് പറഞ്ഞിട്ട് ഒരേ ചീത്തയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഫ്രീസറിൽ വെച്ചത് കല്ല് പോലെയായി. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ഒരു മുട്ട വെച്ചിട്ട് നമ്മൾ 4-5 ഓംലേറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഇത് എന്തായാലും ഒന്നും പറ്റില്ല, അങ്ങനെ ചിന്നി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുട്ട ചെറുതായിട്ട് ഓംലേറ്റ് ഉണ്ടാക്കിയിട്ട് കുരുമുളകും ഉപ്പൊക്കെ വിതറിയിട്ട്, ഓംലേറ്റ് അല്ല ബുൾസെ, 2 സൈഡും വേവിച്ചിട്ടിട്ടുള്ള ബുൾസെ കേട്ടോ. അതൊക്കെ ഉണ്ടാക്കി ചിട്ടിക്കുട്ടിൻ്റെ പാത്രത്തിൽ വെച്ച് കൊടുത്തു. എന്തായാലും വേറെ കറികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഓംലേറ്റും ബീട്രൂട്ട് ഉപ്പേരിയും കൂടെ കൊടുത്തു വിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ വെള്ളം ഒഴിച്ച് കഴിക്കും, അല്ലെങ്കിൽ കൂട്ടുകാരികളുടെ അടുത്ത് നിന്ന് ചാറ് കൂട്ടാനുണ്ടെങ്കിലൊക്കെ വാങ്ങിച്ച് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയറിങ് ഒക്കെ ചെയ്തിട്ട് കഴിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു നേരം കറികൾ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഉള്ള സമയത്തൊക്കെ വെക്കും കേട്ടോ ഞാൻ. അതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഇതുപോലെ മുട്ട പൊരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അവർക്കും ഉള്ളതും കൂടെ ടിഫിൻ ബോക്സിൽ കരുതും കേട്ടോ. കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യും. അങ്ങനെ ചിട്ടിക്കുട്ടി പോയി അതിന് ശേഷം ഞാനിതാ കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഇതാ ചപ്പാത്തിയും നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കിയില്ലേ ബുൾസെ, അതും പിന്നെ ഇന്നലത്തെ മുട്ടൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ രാവിലെ ചപ്പാത്തി കഴിച്ചത്. അപ്പോൾ ചപ്പാത്തിക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാനും ചാരുമോളും കൂടെ കഴിച്ചു. അതിന് ശേഷം ഒരു 9:30 ആയപ്പോൾ അതാ മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ അതാ ഉമ്മറ മുറ്റമൊക്കെ ചുറ്റി അടിച്ചിട്ട് പോവും. പിന്നെ ബാക്കിയുള്ള സൈഡും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ അടിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ മുറ്റമൊക്കെ അടിക്കാനായിട്ട് നിന്നു.
അപ്പോൾ രാവിലെ നേരത്തെ അടുക്കളയിൽ തിക്കും തിരക്കായതുകൊണ്ട് ഈ വക പണികളൊന്നും ഒരുങ്ങില്ല കേട്ടോ. അതൊക്കെ ഒരു 9 മണിക്ക് ശേഷം പിള്ളേരൊക്കെ പോയതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങുള്ളൂ. മുറ്റം വൃത്തിയാക്കലും അല്ലെങ്കിൽ അടിക്കലും തുടയ്ക്കലും പറഞ്ഞ പോലത്തെ പണികളൊക്കെ പിള്ളേർ പോയതിന് ശേഷമാണ് കേട്ടോ. കാരണം രാവിലെ ഇതിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുക്കളയിൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയോ അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ പോരാത്തതിന് ചാരു 7 മണിയാകുമ്പോഴത്തേക്കും പോവും. 7:10 ആകുമ്പോൾ അവൾ പോവും. ഏട്ടനും 7:30 പോവും. അപ്പോൾ രാവിലെ ഇതിനൊന്നും നേരം കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒരു 9 മണിക്ക് ശേഷം ഈ വക പണിക്കൊക്കെ ഇറങ്ങണത്. അങ്ങനെ മുറ്റും അടിയും തുണി കഴുകലും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനിതാ രാവിലെ കപ്പ വലിച്ചിട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പം ഞാനത് കൊണ്ട് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നിപ്പോൾ കറികളൊന്നും വെച്ചിട്ടില്ലല്ലോ. ഉച്ചക്കലത്തേക്ക് ഉപ്പേരി മാത്രമേ ഉള്ളൂ, കുറച്ച് ബീട്രൂട്ട് ഉപ്പേരി മാത്രമേ ഉള്ളൂ. അപ്പോൾ കപ്പയുള്ളത് കൊണ്ട് അത് പൂളക്കിഴങ്ങും നമ്മളെ മുരിങ്ങ ഇലയുണ്ടല്ലോ അതും ഇട്ടിട്ടൊരു നാടൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇതുപോലെ ഓരോ ദിവസം ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പൂളക്കിഴങ്ങും മുരിങ്ങയിലയും കൂടെ ഇട്ട് കുഴമ്പ് പോലെ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ കപ്പയായതുകൊണ്ട് തന്നെ അത്ര വലുപ്പമൊന്നും ആയിട്ടില്ല കേട്ടോ. പക്ഷെ എന്നാലും മൂത്തിട്ടുണ്ട്, നല്ല ഇത്തിരി വേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ അത്ര വണ്ണമൊന്നും വെക്കുന്നില്ല തോന്നുന്നു. അപ്പോൾ എന്തായാലും ഏകദേശം ഒരു 1/2 കിലോനൊക്കെ ഉണ്ടാവും കേട്ടോ. വലുതായിട്ട് കപ്പയില്ലെങ്കിലും നമുക്ക് ഒരിക്കൽ കറി വയ്ക്കാനുള്ളത് കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ അതിൻ്റെ കപ്പയൊക്കെ വൃത്തിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ കപ്പ വാങ്ങിച്ചാൽ നമ്മൾ ഉപ്പുമാവ് പോലെ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിന്നെ പുഴുങ്ങിയിട്ട് നമ്മളിങ്ങനെ കാന്താരി മുളക് ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് മുക്കി കഴിക്കുക ചായൻ്റെ കൂടെ. അല്ലെങ്കിൽ ഉപ്പേരി അല്ല, നമ്മളിവിടെ ഉപ്പേരി എന്നാണ് പറയുക. ഇതിപ്പോൾ കുഴമ്പ് പോലെ നമ്മൾ മുരിങ്ങയിലയോ അല്ലെങ്കിൽ ചീരി ഇട്ടാലും നന്നായിട്ടുണ്ടാവും കേട്ടോ. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ട് കറി പോലെ നമ്മുടെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കറിക്കണ കറി പോലെ ഉണ്ടാക്കും. ഇതിപ്പോൾ ഞാൻ തേങ്ങ അരച്ചൊന്നും ഇടില്ല കേട്ടോ. ചിരവിയിട്ട് ഉപ്പേരി കൂട്ടത്തിലാണ്, ഉപ്പേരി പോലെയാണ് കേട്ടോ വെക്കുന്നത്. പക്ഷേ ഉപ്പേരി എന്നും പറയാൻ പറ്റില്ല, ഇത്തിരി ചാറോടെ കൂടെ കുഴമ്പ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ കപ്പയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചാരുമോളുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതുപോലത്തെ വീഡിയോസൊക്കെ എടുത്തു തരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രൈപ്പോഡ് ഒരു ഭാഗത്ത് എവിടെയെങ്കിലും വെച്ചിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ അവളുള്ളത് കൊണ്ട് ഇത്തിരി വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കപ്പയൊക്കെ മുറിച്ചു ഇതാ ഞാൻ കഴുകുകയാണ് കേട്ടോ. വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കപ്പയൊക്കെ കഴുകി ഇനിയിപ്പോൾ അത് ചെറുതായിട്ട് മുറിച്ച് നല്ല വെള്ളത്തിലും കൂടെ ഒന്ന് കഴുകിയതിന് ശേഷം കറി വെക്കാനായിട്ട് ഇതാ പോവാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം പറഞ്ഞാൽ എനിക്കിതിൻ്റെ വേവൊന്നും അറിയില്ല. ഞാനൊരു 3 വിസിലിട്ടു, വേണ്ടിയിരുന്നില്ല, ഭയങ്കരമായിട്ട് ഉടഞ്ഞു പോയിട്ടാ. ഇത് കണ്ടില്ലേ. പിന്നെ ഒരു 3-4 പച്ചമുളകും കീറിയിട്ടു എരിവിന് വേണ്ടിയിട്ട്. ഇത്തിരി മുരിങ്ങയില ഊരിയിട്ട് അതും കൂടെ ഇട്ടു കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആവി കയറ്റിയതിന് ശേഷം നമ്മൾ കടുക് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങയിലയും കപ്പയും കൂടെ വെക്കണത് നമ്മുടെ വീട്ടിൽ അമ്മ ഉണ്ടാക്കണത് കണ്ടിട്ടാണ് കേട്ടോ. നല്ല ഇഷ്ടമാണ്, നന്നായിട്ടുണ്ടാകും. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് കോരി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഇത് ചോറിൻ്റെ ഒപ്പം കഴിക്കുന്നതിനേക്കാളും വല്ല കട്ടൻ ചായയോ അല്ലെങ്കിൽ വെറുതെ അങ്ങോട്ട് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എന്തായാലും ഇതാ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് ആവി കയറ്റിയിട്ട് അവിടെ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. പിന്നിപ്പോൾ അതൊന്ന് കടുക് പൊട്ടിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചിടുക എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ടു. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇതിൽ കുത്തിച്ചതച്ച വെളുത്തുള്ളിയാണ് കേട്ടോ. തൊണ്ടോട് കൂടെ തന്നെ കുത്തിച്ചതച്ച വെളുത്തുള്ളിയും ഒരു 2-3 വറമുളക് ഇടുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച് നമ്മുടെ മുരിങ്ങയിലയും കപ്പയും കൂടി ഇടുക കേട്ടോ. ഇവിടെ ഞങ്ങളുടെ അവിടെ പൂളക്കിഴങ്ങ് എന്നാണ് പറയുക, ചിലവിടെ കൊള്ളി എന്ന് പറയും, പിന്നെ കപ്പ എന്ന് പറയും. ഞങ്ങളുടെ അവിടെ ഇത് 3ഉം പറയും തോന്നുന്നു. 3 ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പൂളക്കിഴങ്ങ് പറഞ്ഞ് വിൽക്കാൻ വരുന്ന കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കൊള്ളി പറഞ്ഞ് വിൽക്കാൻ വരുന്ന കേട്ടിട്ടുണ്ട്, കപ്പ എന്ന് പറഞ്ഞിട്ടും വിൽക്കാൻ വരുന്നത്. അപ്പോൾ 3ഉം നമ്മുടെ നാട്ടിൽ പറയും കേട്ടോ. ഇതിനിപ്പോൾ ഓരോ നാട്ടിലും ഓരോന്ന് പോലെയാണ്. ചീനി അങ്ങനെയൊക്കെ പറയാം. ഇത് അധികം ഇവിടെ ചീനി എന്ന് പറയാറില്ല, കപ്പ, കൊള്ളി, പൂളക്കിഴങ്ങ് അങ്ങനെയാണ് കേട്ടോ അവിടെ പറയുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് ഒരുപാടൊന്നും വർണ്ണിക്കാൻ നിൽക്കുന്നില്ല. നമ്മുടെ എന്തായാലും കപ്പയാണെങ്കിലും കൊള്ളിയാണെങ്കിലും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്തായാലും കടുക് പൊട്ടിച്ചതിൽ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മുരിച്ചതിന് ശേഷം നമ്മളിതാ വെന്ത കപ്പ എടുത്ത് അതിൽ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കലങ്ങി ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൂളക്കിഴങ്ങ്. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ ഒരു ചട്ടി നിറയെ കുറച്ചധികം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ വൈകുന്നേരം ഇത് തന്നെയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരം ഏട്ടൻ വന്നാൽ എന്തായാലും ചോദിക്കും. ഏട്ടന് ഇതുപോലത്തെ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൂളക്കിഴങ്ങും
ചക്കരക്കിഴങ്ങ് അല്ലെങ്കിൽ ചേന ഇതുപോലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം കറിയൊക്കെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. ചപ്പാത്തിക്കാണെങ്കിലും ഇത് മതിയാവും. ഇനിയിപ്പോൾ എന്തായാലും ചപ്പാത്തിയൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇന്നലെ മുതൽ ചപ്പാത്തിയാണ്. ഇന്നലെ വൈകുന്നേരം രാവിലെയൊക്കെ ചപ്പാത്തിയാണ്. അതുകൊണ്ട് വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കപ്പയും മുരിങ്ങയിലയൊക്കെ കുടുകുടാന്ന് തിള വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അടുപ്പ് ഓഫ് ചെയ്യുക. നല്ല ചൂടോടെ കൂടെ തന്നെ ചോറുണ്ട് കേട്ടോ. അപ്പോൾ ചൂടോടെ കൂടെ ചോറിൻ്റെ മേലെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ കഴിക്കാൻ പോവാണ്. ചോറും കപ്പയും മുരിങ്ങയിലയും കൂടെ വെച്ചതും പിന്നെ പുളിഞ്ചാറ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഫ്രിഡ്ജിനകത്ത് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് വെച്ച കൂർക്കുപ്പേരി കുറച്ചുണ്ടായിരുന്നു, അതും എടുത്തു. രാവിലെ ഉണ്ടാക്കിയ ബീട്രൂട്ട് ഉപ്പേരി അതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ നാടൻ കറികളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വയറ് നിറയെ ഭക്ഷണം കഴിക്കാം അല്ലേ. ഈ പൂളക്കിഴങ്ങാണെങ്കിലും കൂർക്കയാണെങ്കിലും പിന്നെ കൂർക്ക പുളിഞ്ചാറ്, കൂർക്ക മാന്തള മീൻ വറുത്തത്, നങ്കി മീൻ വറുത്തത് എന്ന് പറയില്ലേ, അതൊക്കെ ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. നാട്ടിൻപുറത്ത് മിക്ക വീടുകളിലും ഇതൊക്കെ തന്നെയായിരിക്കും കറികളായിട്ട്. അപ്പോൾ എന്തായാലും ഉച്ച വരത്തുള്ള വിശേഷങ്ങൾ അതൊക്കെയാണ്. പിന്നെ ഞാൻ വീഡിയോ എടുത്തത് ഇതാ 5 മണിക്ക് ശേഷമാണ് കേട്ടോ. അപ്പോൾ ചിട്ടിക്കുട്ടി വന്ന് 5 മണിക്ക് ശേഷം ഇതാ മുറ്റമൊക്കെ അടിച്ച് കഴിഞ്ഞു. അവൾ കുളിയൊക്കെ കഴിഞ്ഞു, മേലൊക്കെ കഴുകി. പിന്നെ ഇതാ 6 മണിയാകുമ്പോൾ വിളക്കൊക്കെ കത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചിട്ടിക്കുട്ടി വിളക്കൊക്കെ കത്തിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അവളാണ് കേട്ടോ ഇന്ന് വിളക്ക് കത്തിക്കലൊക്കെ ചെയ്തത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ എന്താ കുറച്ച് പാനിപൂരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ പാനിപൂരിയൊക്കെ അതിലുള്ള മസാലകളൊക്കെ അതിനകത്ത് ഒഴിച്ച് കഴിച്ചു. എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല കേട്ടോ. ഞാൻ 1-2 കഴിച്ചുള്ളൂ. എനിക്കതിൻ്റെ മസാലകളൊന്നും അങ്ങനെ ഇഷ്ടമായില്ല. പിള്ളേർക്കും അങ്ങോട്ട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ബാക്കിയൊക്കെ ഏട്ടനാണ് കഴിച്ചത്. വെറുതെ ഇങ്ങനെ ആ പൂരി മാത്രം കഴിക്കാനായിട്ട് കുഴപ്പമില്ല. പക്ഷേ ആ ഒരു മസാലകളൊക്കെ ഇട്ടപ്പോൾ വലിയ ടേസ്റ്റൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ കാളനൊക്കെ ആണെങ്കിൽ സൂപ്പറാണ് കേട്ടോ, അതെനിക്കിഷ്ടമാണ്. ഈ ഒരു സംഭവം എനിക്കെന്തോ അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നൊരു വെറൈറ്റി സ്നാക്സ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ വാങ്ങിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇന്ന് ഈ പൊക്കവട ഒക്കെ ആണല്ലോ വാങ്ങിയിട്ട് വരുന്നത്. അപ്പോൾ ഇന്ന് ഒരു മാറ്റി പിടിച്ചതാണ്. പക്ഷേ എന്താ പിള്ളേർക്കും എനിക്കൊന്നും അത്രയ്ക്ക് ഇങ്ങനെ ഇഷ്ടമായില്ല. എന്തായാലും കൊണ്ടുവന്ന സ്ഥിതിക്ക് 2-3 കഴിച്ചു. ബാക്കിയൊക്കെ ഏട്ടൻ കഴിച്ചു കേട്ടോ. അപ്പം അതിൻ്റെ മസാലകളൊന്നും അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പാനിപൂരി തീറ്റയോടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.